കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ, ഹൃദയ നിലവാരങ്ങൾ ആഴമായി ആശ്വാസം കൊണ്ട് നിറയത്തക്ക നിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 14 അധ്യായം 27 വാക്യം, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാര്? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാര്? വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി വെളിപ്പെടുത്തുന്ന ദൂത്. യഹോവ നിർണയിച്ചിരിക്കുന്നു, ദൈവം നിർണയിച്ചിരിക്കുന്നു. ജീവിത വഴിത്താരയിൽ പല വിഷയങ്ങളെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണം, അത് എപ്രകാരമാകും? പല ആകുലതകൾ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ മനസ്സ് നിരാശപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടുത്തുന്ന വചനത്തിൻ്റെ ദൂത്, ദൈവത്തിൻ്റെ പൈതലേ, ദൈവം നിർണയിച്ചിരിക്കുന്നു. കർത്താവ് അത് നിശ്ചയിച്ചിരിക്കുക. നാം എന്ത് ചെയ്യണം എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ ആ വിഷയം ദൈവത്തിൻ്റെ പ്ലാനിൽ അത് ചെയ്യുവാൻ നിർണയിച്ചിരിക്കുന്നു. ഹൃദയതലങ്ങളിൽ ഈ ദൂത് ആഴമായി വിശ്വസിക്കുവാൻ ഇടയായി തീരട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് എൻ്റെ ഒരു കാര്യം മാത്രമല്ല ദൈവം നിർണയിച്ചിരിക്കുന്നത്, എൻ്റെ ഒരു വിഷയം മാത്രമല്ല കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നത്. ദാവീദ് പറഞ്ഞതുപോലെ, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന എൻ്റെ ദൈവം, സകലവും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്നു. സകലവും എൻ്റെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ എൻ്റെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു. എപ്പോൾ തരണം, എപ്പോൾ വഴികൾ തുറക്കണം, ഏത് കാര്യങ്ങൾ, എന്ത് നടക്കണം, ഇതെല്ലാം എൻ്റെ കർത്താവ് എന്നെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ദൈവം നിശ്ചയിച്ചിരിക്കുക, നിർണയിച്ചിരിക്കുക. ദൈവത്തിൻ്റെ പ്ലാൻ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയെ സ്വർഗം വെളിപ്പെടുത്തുമെന്ന് ആഴമായി ഇന്ന് പകൽ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ പൈതലേ, വിശ്വാസം നമ്മുടെ ഹൃദയതലങ്ങളിൽ വെളിപ്പെട്ടു വരുമ്പോൾ നിരാശയുടെ സ്ഥാനം അവിടുന്ന് ദൈവം തുടച്ചു മാറ്റും. ഞാൻ എവിടെയായിരിക്കണമെന്ന് എൻ്റെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ എന്ത് തിരഞ്ഞെടുക്കണമെന്ന് എൻ്റെ കർത്താവ് നിർണയിച്ചിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, അതല്ലേ വലിയ കാര്യം. എൻ്റെ കർത്താവ് നിർണയിച്ചതും എൻ്റെ ദൈവം നിശ്ചയിച്ചതും അതെൻ്റെ ജീവിതത്തിലൊന്ന് വെളിപ്പെട്ട അത് അനുഗ്രഹമാണ്. അതാ ഏറ്റവും ജീവിതം ധന്യമാക്കുന്നത്. ഇനി ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പൈതലേ, വിളിച്ചു പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചിരിക്കുക, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുക. തിരുവെഴുത്തിൽ ഭക്തന്മാരുടെ ജീവിതം നാം പഠിക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാന മുഴുവൻ അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. അവരെ ദൈവം വിളിച്ചു, അവരെ ദൈവം തിരഞ്ഞെടുത്തു, കർത്താവിൻ്റെ പാതയിൽ അവരെ നടത്തി, ദൈവാലോചനയിൽ അവരെ നടത്തി, ദൈവിക അരുളപ്പാടിൽ അവരെ മുമ്പോട്ട് കർത്താവ് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽ തിരിച്ചറിയട്ടെ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട്, ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന ജീവിതമായതുകൊണ്ട് എൻ്റെ ജീവിതത്തിനും എൻ്റെ കർത്താവിന് ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ദൈവം ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ഹൃദയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ദൈവം ചിലതൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുക, നിർണയിച്ച് കഴിഞ്ഞിരിക്കുക. അപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടക്കൂ. ദൈവത്തിൻ്റെ പ്ലാനായിരിക്കണം എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമായി വെളിപ്പെട്ടു വരേണ്ടത്. ദൈവത്തിൻ്റെ പൈതലേ, അത് അനുഗ്രഹത്തിന് കാരണമാകും, അതൊരു ഉയർച്ചയ്ക്ക് കാരണമാകും, അതൊരു വിടുതലിന് കാരണമാകും. അത് മാനിക്കപ്പെടുന്ന അവസ്ഥയാ, അത് ഉയർത്തപ്പെടുന്ന അവസ്ഥയാ. ആ നിലവാരത്തിൽ ഇന്ന് പകൽക്കാല ദൂത് വിശ്വസിക്കട്ടെ. വചനം പറയുന്നു, ദൈവം നിർണയിച്ചിരിക്കുന്നത് ആരാ
അത് ദുർബലപ്പെടുത്തുന്നത്. ആർക്ക് ദുർബലപ്പെടുത്താൻ കഴിയും? ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറ്റുമോ? ഏത് ശത്രുവിനെ പറയാൻ പറ്റുമോ? ഒന്നും നടക്കത്തില്ല. ദൈവ ചോദിക്കുന്നത്, ദൈവത്തിൻ്റെ ശബ്ദമാ. അത് ദുർബലപ്പെടുത്തുന്നവരാരാ? ആർക്കും അത് കഴിയത്തില്ല. സകല മനുഷ്യർക്കും അത് അസാധ്യമാ. ദൈവം നിർണയിച്ചതിനെ ദുർബലപ്പെടുത്തുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വൈതലേ, ദൂത് വിശ്വസിക്കട്ടെ. ഇപ്രകാരം ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ ഇതാ വെളിപ്പെട്ടു വരാൻ പോവുക. വചനം പറയുന്നു, അവൻ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവനാരാ? അവൻ കൈ നീട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രത്യേകത ഇതാ. കർത്താവ് നിർണയിച്ചതാ. ദൈവം കരം നീട്ടിയ അതിൻ്റെ അർത്ഥം അത് സംഭവിച്ചു കഴിഞ്ഞു എന്നാ. അതിൻ്റെ നിവർത്തി കർത്താവ് ജീവിതത്തിൻ്റെ തലങ്ങളിൽ അത് വെളിപ്പെടുത്തി കഴിഞ്ഞു എന്ന ദൂത് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വൈതലെ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും വകയുണ്ട്. എൻ്റെ കണ്ണിന് മറവാണെങ്കിലും എനിക്കത് ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കർത്താവിൻ്റെ കൈ നീട്ടിയിരിക്കുക. എൻ്റെ വിഷയത്തിൽ കർത്താവിൻ്റെ കരം നീട്ടിയിരിക്കുക. കർത്താവിൻ്റെ കരം എൻ്റെ വിഷയത്തിലുണ്ട്. അതല്ലേ അതിൻ്റെ ആഴം. എൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ എൻ്റെ സർവശക്തൻ്റെ കരം ഉണ്ട്. കാരണം എൻ്റെ ദൈവം നിർണയിച്ചിരിക്കുന്ന തലങ്ങളാ എനിക്ക് വേണ്ടി തുറന്നു വരുന്നത്. അപ്രകാരമാ ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ കാണാൻ പോകുന്നു. വചനമേറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. ദൈവത്തിൻ്റെ വൈതലേ, ദൂതിൻ ആഴമായി ഇന്ന് പകൽക്കാലം അത് മുറുകെ പിടിക്കുവാൻ ഇടയാകട്ടെ. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി നിർണയിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിനായി നിർണയിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്കായി നിർണയിച്ചിരിക്കുന്നു. അത് തന്നെ സംഭവിക്കും. അത് തന്നെ വെളിപ്പെട്ട് വരും. കർത്താവ് സഹായിക്കും. ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം കർത്താവേ. ദൈവം നിർണയിച്ചതേ നടക്കാവൂ. ദൈവം നിശ്ചയിച്ചതേ നടക്കാവൂ. അത് അനുഗ്രഹമാണ്. അത് താൽക്കാലികമല്ലാതെ അത് നിത്യമാകും. അത് സന്തോഷിക്കാൻ വകയുണ്ടല്ലോ. അപ്രകാരം ജനത്തെ സഹായിക്കണം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.